एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्. ഹായ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു 4 നേന്ത്രപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ. പിന്നെ ശർക്കര വേണം. ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ചില്ലേ നെയ്യ്, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഹൽവ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് മാറ്റി ഒന്ന് പരത്തിയെടുക്കാം. ഈ പാത്രത്തിൽ നമ്മൾ നേരത്തെ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ഒട്ടിപ്പിടിക്കാതിരിക്കാനും കൂടെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് നന്നായി തണുക്കണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മുറിച്ചെടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഹൽവയാണ്. അപ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ നേന്ത്രപ്പഴം കൊണ്ടുള്ള ഹൽവ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു ഹൽവയാണിത്, നല്ല രുചികരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയതായാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്